ഹായ് ഫ്രണ്ട്സ്, VS വേൾഡിൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു രാജസ്ഥാനി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ പീസ് കച്ചോരി. നോർത്ത് ഇന്ത്യയിൽ അത് മട്ടർ കച്ചോരി എന്നറിയപ്പെടും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വരൂ. അതിനായി ആദ്യം വേണ്ടത് മൈദ, നെയ്യ്, ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ, പിന്നെ നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ്, ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി, കട്ട് ചെയ്ത പച്ചമുളക്, ജീരകം, ഉപ്പ്, ചോപ്പ് ചെയ്ത മല്ലിയില, പെരുംജീരകം. പിന്നെ അതിന് വേണ്ട മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പച്ചമല്ലിപ്പൊടി. ആദ്യം നമുക്ക് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതിലോട്ട് ലേശം നെയ്യ്, 1 സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. നമ്മുടെ മാവ് വല്ലാതെ സോഫ്റ്റും വല്ലാതെ ഹാർഡും ആയി പോകരുത്. ഈ ഒരു ഇതാണ് വേണ്ടത്, കൺസിസ്റ്റൻസിയാണ് വേണ്ടത് മാവ്. ഏകദേശം നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാവിൻ്റെ ആ ഒരു. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് എടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത ഗ്രീൻ പീസ്. നല്ലൊരു പേസ്റ്റ് ആവണം ഇത്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ജീരകം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. ആ ജീരകത്തിൻ്റെ ഒരു നല്ലൊരു മണം ഒക്കെ വരുമ്പോൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, ഗ്രേറ്റഡ് ഇഞ്ചി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതിരിക്കാൻ സൂക്ഷിക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ പച്ചമല്ലിപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് നന്നായി സ്റ്റെയർ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലോട്ട് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെക്കുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ഗ്രീൻ പീസ് നന്നായി മിക്സ് ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾ പെരുംജീരകവും മല്ലിച്ചപ്പും ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മാവ് ഏകദേശം 15 മിനിറ്റ് റെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയിട്ട് ചെറിയ ലെമൺ സൈസ് ബോളാക്കി എടുക്കാം. ഇനി നമുക്കൊരു റോളർ പിൻ യൂസ് ചെയ്തിട്ട് ഈ ബോളൊന്ന് ചെറുതായി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ താഴെ ഒട്ടാതിരിക്കാൻ ലേശം നെയ്യോ എണ്ണയോ വെച്ച് ഗ്രീസ് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ഈ പരത്തിയെടുത്ത മാവിലോട്ട് നമ്മൾ സ്റ്റഫിങ് നിറയ്ക്കണം. ഗ്രീൻ പീസ് സ്റ്റഫിങ് നിറച്ചത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. പൊട്ടാതിരിക്കാൻ സൂക്ഷിക്കുക ഫോൾഡ് ചെയ്യുമ്പോൾ. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ട്രാ ഉള്ള മാവ്
നമുക്ക് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ ഇനി പിന്നീടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിനൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് എല്ലായിടത്തും ഒരേപോലെ വരും. ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി നമ്മൾ ഒരു കടായി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ചെറുതായി എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് നമ്മളുടെ ഈ സ്റ്റഫിങ് നിറച്ച കച്ചോരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം, ഹൈ ഫ്ലെയിം ഒട്ടും പാടില്ല. ഇത് എണ്ണ ഇങ്ങനെ അതിൻ്റെ മേലിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മുടെ കച്ചോരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കച്ചോരി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു.